കൊടിസുനിക്ക് പരോൾ കിട്ടിയതിൽ ഞാനൊന്നും അറിഞ്ഞിട്ടേയില്ല എന്ന ഭാവത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നാടകം കളി. ആഭ്യന്തര വകുപ്പ് അറിയാതെ ജയിൽ DGPക്ക് മാത്രമായി പരോൾ അനുവദിക്കാനാവില്ല. കൊടിസുനി ഒന്ന് തറപ്പിച്ചു നോക്കിയാൽ പിണറായിയുടെ മുട്ടുവിറയ്ക്കും. അത് മറ്റൊരു സത്യം. പൊടുന്നനെയാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കാൻ നീക്കങ്ങൾ നടന്നത്. കണ്ണൂരിലെ CPM ജില്ലാ സമ്മേളനം കൂടാൻ കൊടിസുനിയും ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള കളിയായിരുന്നില്ലേ അണിയറയിൽ നടന്നത് എന്ന ആരോപണവും ഇപ്പോൾ ശക്തമാകുന്നു. കണ്ണൂർ CPMൽ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി പരിപാടിക്കെങ്ങാനും സുനി എത്തിയാൽ അതിനെ എതിർക്കുമെന്ന് ഒരുപറ്റം നേതാക്കൾ ശക്തമായി പറയുന്നു. എന്നാൽ കൊടിസുനിയെയും കൂട്ടരെയും ഒന്നും അങ്ങനെ മാറ്റി നിർത്താൻ പിണറായിക്ക് കഴിയില്ലല്ലോ. കാരണം ഇവരുടെയൊക്കെ നാവിൻ തുമ്പിൽ ഈ പിണറായി കൂട്ടരെ തകർത്തെറിയാനുള്ള പലതുമുണ്ട്. അതുകൊണ്ടാണല്ലോ കൊടിസുനിയും സംഘവും ഒക്കെ ജയിലിൽ അത് അവരുടെ തറവാടാണ് എന്ന മട്ടിൽ അഴിഞ്ഞാടുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പലവട്ടം പരോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കൊടിസുനിക്ക് പരോൾ കൊടുത്തിരുന്നില്ല. കൊടിസുനിക്ക് പരോളിനോട് താല്പര്യവും ഇല്ല എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അതെല്ലാം മാറിമറിഞ്ഞു. തവനൂർ ജയിലിൽ നിന്നും കൊടിസുനി ശനിയാഴ്ച പുറത്തിറങ്ങി. പോലീസ് റിപ്പോർട്ടെതിരായിട്ടും പരോൾ അനുവദിക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുത് എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് സുനിയെ പുറത്തേക്ക് ഇപ്പോൾ അഴിഞ്ഞാടാൻ വിടുന്നത്. റിപ്പോർട്ടിലെ ഉള്ളടക്കം കണക്കിലെടുക്കാതെ ജയിൽ DGP അനുകൂല നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അങ്ങ് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഇതിനുള്ള ചരടുവലികൾ നടന്നത്. ജയിലിനുള്ളിലായിരുന്നപ്പോഴും സ്വർണം പൊട്ടിക്കലും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്ന സുനി പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഊഹിക്കാമല്ലോ. സുനിക്ക് പരോൾ നൽകിയത് അസാധാരണ സംഭവമാണെന്ന് TPയുടെ ഭാര്യ KK രമ MLA പറഞ്ഞു. സുനിയുടെ അമ്മയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ അവകാശമുണ്ട്. പക്ഷേ 30 ദിവസം പരോൾ കൊടുക്കുന്നത് എന്തിനാണെന്നറിയില്ല എന്ന് KK രമ പ്രതികരിച്ചു. അമ്മയ്ക്ക് കാണാനാണെങ്കിൽ 10 ദിവസം പോരെ. ഇത്തരമൊരു ക്രിമിനൽ 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെ സംഭവിക്കും? എന്ത് മനുഷ്യാവകാശത്തിന്റെ പേരിലാണ് പരോൾ അനുവദിച്ചതെന്ന് ജയിൽ വകുപ്പ് അധികൃതർ മറുപടി പറയണമെന്ന് KK രമ ആവശ്യപ്പെട്ടു. നേരത്തെ തന്നെ TP വധക്കേസ് പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ നീക്കം നടന്നിരുന്നു. എന്നാൽ നടപടി പുറത്തായ സാഹചര്യത്തിലാണ് മരവിപ്പിച്ചത്. നേരത്തെ പരോളിൽ ഇറങ്ങിയ സുനിക്കെതിരെ 12ഓളം കേസുകൾ നിലവിലുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് മാത്രമല്ല, ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ ഏർപ്പാടുകൾ നടത്തിയതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജയിൽ വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് KK രമ പറഞ്ഞിട്ടുണ്ട്. കൊടിസുനി അടക്കം പ്രതികൾ ജയിലിൽ ലഹരി ഉപയോഗിച്ചതിനും ജയിൽ വാർഡന്മാരെ ആക്രമിച്ചതിനും ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനും സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ പ്രവർത്തനവും ആസൂത്രണം ചെയ്തതിനും പല ഘട്ടങ്ങളിലായി FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവയിലൊന്നും അന്വേഷണം മുന്നോട്ടു പോയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതികളെ നിലവിലെ ജയിലിൽ നിന്ന് മാറ്റി കേസന്വേഷണം അവസാനിപ്പിക്കുന്നതാണ് പതിവ് രീതി. പ്രതികളെ ജയിലുകളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ VIP പരിഗണന നൽകുന്നതും വലിയ ചർച്ചയാണ്. TP വധക്കേസിൽ പാർട്ടിക്ക് പങ്കൊന്നുമില്ല എന്ന് CPM ആവർത്തിക്കുമ്പോഴും കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാർട്ടിയാണ്. ജയിലിൽ ശരിക്കും VIP ട്രീറ്റ്മെന്റ് ആണ് സുനിക്കും സംഘത്തിനുമുള്ളത്. യഥേഷ്ടം ഫോൺ വിളിക്കാം, പ്രത്യേക ഭക്ഷണം, വാർഡന്മാരെ എടാ പോടാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരിക്കൽ ജയിലിനകത്ത് നിന്ന് സുനി ഫോൺ വിളിക്കുന്നത് മൊബൈലിൽ പകർത്തിയ വാർഡന് ലഭിച്ചത് മെമ്മോയായിരുന്നു. 2017 ജനുവരിയിലാണ് കൊടിസുനി ജയിൽ ഉദ്യോഗസ്ഥന് മെമ്മോ കൊടുപ്പിച്ചത്. ഉദ്യോഗസ്ഥൻ ഫോൺ വിളി പകർത്തുന്നത് കണ്ട സുനി ഫോൺ പിടിച്ചെടുത്ത് SIM കാർഡ് നശിപ്പിച്ചു. ജയിലിനകത്ത് ക്യാമറ കടത്തിയെന്ന് പറഞ്ഞ് വാർഡന് ജയിലർ മെമ്മോ നൽകി. തടവുകാരുടെ ചിത്രം അനുമതിയില്ലാതെ എടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിശദീകരണം തേടിയത്. എന്നാൽ സുനി ആരോടാണ് സംസാരിച്ചത് എന്നതിനെപ്പറ്റി അന്വേഷണം നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം വലിയ വിവാദമായിരുന്നു. പേടി കാരണം പല വാർഡന്മാരും ട്രാൻസ്ഫറിനുള്ള അപേക്ഷ പോലും സുനിയോട് പറയുമായിരുന്നു. അതായത് ജയിലടക്കി ഭരിക്കുന്നത് കൊടിസുനിയും കൂട്ടരുമാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞല്ലോ. ഈ ഒരു കൊടും ക്രിമിനലിനെയാണ് ഇപ്പോൾ 30 ദിവസത്തേക്ക് പുറത്തേക്ക് വിടുന്നത്. ഇനി CPMന്റെ എന്തെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണോ കൊടിസുനി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നതും വ്യക്തമല്ല. എന്തായാലും 30 ദിവസം ഇനി അഴിഞ്ഞാടാം.